നമുക്ക് പാനറോമിക് സൺറൂഫ് ആണ് നമുക്ക് വരുന്നത്. ഇത് സെക്കൻഡ് പാനൽ ഉൾപ്പെടെ നമുക്ക് അത്യാവശ്യം പുറത്തോട്ട് പോകും. 4 രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ബൂട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിക്ടോറിയസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് 2025 മാരുതി പുറത്തിറക്കിയ കോമ്പാക്ട് എക്സ്യൂവി ആയിട്ടുള്ള വിക്ടോറിയസ് അല്ലേ. അപ്പോൾ വിക്ടോറിയസിന്റെ ഫീച്ചേഴ്സും വിക്ടോറിയസിന്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് വിക്ടോറിയസ് എങ്ങനെയുണ്ട് കൊള്ളാമെന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. എനിക്കൊരു 2026 നിരത്ത് ഭരിക്കാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ്. അതിന്റെ കാരണം പറഞ്ഞാൽ മാരുതിനെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ പറയുന്ന ഈ ഒരു വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വിളിച്ചിട്ടുണ്ട് പോപ്പുലർ മാരുതി ഫറണിക്കാവ് ഷോറൂമിലെ എക്സിക്യൂട്ടീവ് ജോസഫ് സെബാസ്റ്റ്യനാണ് നമ്മളുള്ളത്. അപ്പം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോസഫിനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അവസാനം കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അഡാസ് വരുന്നുണ്ടല്ലേ, നമുക്ക് ഇതിനകത്ത് ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. അതിൽ തന്നെ 10ഓളം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 360 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഏതെങ്കിലും അടുത്ത് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറ വർക്കാവും. നമുക്ക് അകത്ത് തന്നെ ഇരുന്ന് ഫ്രണ്ടിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. മാരുതി നിലവിൽ ഇറക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് സേഫ്റ്റി വൈസും ഫീച്ചർ വൈസും ടെക് വൈസിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെഹിക്കിൾ ആണിത്. വിക്ടോറിയസിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് തന്നെയാണ്. ഈ ബാക്കിലെ ടെയിൽ ലാമ്പ് വളരെ മനോഹരമായിട്ട് തന്നെ വിക്ടോറിയസ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ ഈ പറയുമ്പോൾ വിക്ടോറിയസിന് ബൂട്ട് സ്പേസ് ഉണ്ട്. 4 രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ബൂട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമുക്ക് കീ ഉപയോഗിച്ച് ഓപ്പൺ ആക്കാം, 2 സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ആക്കാം. പിന്നെ നോർമലി കാറുകൾ ഉപയോഗിക്കുമ്പോൾ അകത്തുനിന്ന് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് സ്വിച്ചും ഉണ്ട്. ആ രീതിയിലേക്ക് 4 രീതിയിലേക്ക് നമുക്ക് ഈ പറയും പോലെ ഈ ഒരു പവേർഡ് ആണ്. നമ്മൾ കൈ വെച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആക്കിയാലും ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആക്കാനും പറ്റുന്നുണ്ട്. ഇൻബിൽട്ട് സബ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇൻബിൽട്ട് ആംപ്ലിഫയറും സബും കാര്യങ്ങളും വരുന്നുണ്ട്. ഡോൾബിയുടെ 8 സ്പീക്കർ സറൗണ്ട് സിസ്റ്റം സൗണ്ടിങ് ആണ് വരുന്നത്. അപ്പൊ അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിക്ടോറിയസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് വിറ്റാരക്കാട്ടിലും കുറച്ചും കൂടെ പ്രൈസ് കുറവാണ് നമുക്ക് വിക്ടോറിയസ്. പക്ഷെ ഫീച്ചേഴ്സ് വളരെ കൂടുതലാണ് വിക്ടോറിയസിന്. ബുക്കിംഗ് ഒരുപാട് ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ഒരുപാട് പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ 2025 അവസാന കാലഘട്ടം അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഷോറൂമാർ ചെയ്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 2025 വാഹനം 26 റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണ്ടി. പക്ഷേ വിക്ടോറിയസ് പറഞ്ഞാൽ കൊടുക്കാൻ വാഹനം വാഹനമില്ല. വലിയ ബുക്കിംഗ് നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ പറയും പോലെ വിക്ടോറിയസ്. അപ്പോൾ ഇത് പ്രീമിയം ക്ലാസ്സിൽ വരുന്ന വെഹിക്കിൾ ആണ്. എങ്കിൽ പോലും ഈ പറയുന്ന പോലെ എല്ലാത്തരം ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു വിലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വെഹിക്കിൾ ആണ് അല്ലേ. 13 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 21, 22, 25 ലക്ഷം രൂപ വരെ, 25 ലക്ഷം രൂപ വരെ പല വേരിയൻസും ഉണ്ട്. നമുക്ക് പല വേരിയൻസും വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഉള്ള വേരിയന്റ് ഉണ്ട്. ഇതിന്റെ നോർമൽ മാനുവൽ ഉണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിന്റെ സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്. ഈ കിടക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. പിന്നെ ഇതിന്റെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ഇതിന്റെ CNG ഉണ്ട്. അങ്ങനെ ഇത്രയും വേരിയൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ വണ്ടിയുടെ ഒരു സ്പേസ് തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ള ഒരു വാഹനമാണ് വിക്ടോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗണ്ട് സിസ്റ്റം നമുക്ക് ഈ പറയുമ്പോൾ ടച്ച് സ്ക്രീനാണ് വരുന്നത് അല്ലേ. 360 സറൗണ്ട് ക്യാമറയാണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഒത്തിരി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 10-40ഓളം ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വൈഫൈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. അതിന്റെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡിൽ ലെവൽ 2 അഡാസ് വരുന്നില്ല. ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ടോപ്പ് വേരിയന്റിലാണ് നമുക്ക് ലെവൽ 2 അഡാസ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. നമുക്ക് ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മുഷിപ്പ് കാര്യങ്ങൾ വരത്തില്ല. പിന്നെ ഇത് ഹൈബ്രിഡ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് EV മോഡ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡും വരുന്നുണ്ട്. മൈലേജ് കാര്യങ്ങളൊക്കെ ഈ പറയുമ്പോൾ എത്ര കിട്ടും? 27 അടുത്ത് വെച്ചിട്ടാണ് നമുക്ക് കമ്പനി പറയുന്നത്. നമുക്കൊരു 25-26 റേഞ്ചിന്റെ അടുത്തൊക്കെ വെച്ചിട്ട്. കാരണം വെച്ചാല് നമ്മൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 21-20 റേഞ്ചിന്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് മൈലേജിന്റെ അടുത്ത് വെച്ചിട്ട് കിട്ടും ഓൺ റോഡ്. നമുക്ക് പാനറോമിക് സൺറൂഫ് ആണ് നമുക്ക് വരുന്നത്. ഇത് സെക്കൻഡ് പാനൽ ഉൾപ്പെടെ നമുക്ക് അത്യാവശ്യം പുറന്നോട്ട് പോകും. അപ്പൊ നമുക്ക് നല്ലൊരു സ്പേസ് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഇന്റീരിയർ മൊത്തത്തില് അടിപൊളിയാണ്. വാഹനം മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പം റൈഡ് കംഫോർട്ട് അടിപൊളിയാണ്. അപ്പം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ നമ്മൾ ഈ വീഡിയോക്ക് തന്നെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഈ പറയും പോലെ നമ്മൾ കോൾ ചെയ്താൽ മതി. നമ്മൾ എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി നമ്മൾ കസ്റ്റമറെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അതുപോലത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളും പ്രോസസ്സ് കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളും. എക്സ്ചേഞ്ച് വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാരുതിയുടെ ട്രൂ വാല്യൂ തന്നെ ഞങ്ങളത് ഹാൻഡിൽ ചെയ്തോളും. ലോൺ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ത്രൂ എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റമർക്ക് അങ്ങനെ ഒരു വണ്ടി എടുക്കുമ്പം നമ്മൾ തുടക്കത്തിൽ 11,000 കൊടുത്ത്
നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ വണ്ടി എടുക്കുന്നതിന്റെ പിന്നെ വേറെ പുറകെ കടന്ന് ഓടേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല.